കൈറ്റ്സ് ഗ്രൂപ്പ് ആക്ടിവിറ്റിയുടെ ഭാഗമായി ഗ്രൂപ്പ് 2 പ്രതിനിധീകരിച്ചുകൊണ്ട് IT മാസ്റ്റർ ബിബി സാറിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ പൊതുജനപത്രം മേമ്പടങ്ങ് ലൈബ്രറിയിലാണ് ഞങ്ങളിന്ന് ക്ലാസ് എടുക്കാൻ എത്തിയിരിക്കുന്നത്. പൊതുജനങ്ങളിൽ സൈബർ സുരക്ഷയും സൈബർ കുറ്റകൃത്യങ്ങൾ തടയുന്നതിനും വേണ്ടിയിട്ടുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായിട്ട് ഉള്ള ജനകീയ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് പൊതുജനപത്രം ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കൈറ്റിൻ്റെ ആളുകൾ കൂടി എത്തിയിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് ഇവിടെ കുറേ ആളുകൾ ചേർന്നിട്ടുണ്ട്. സൈബർ സ്ക്രീനിൻ്റെ ഉപയോഗവും സ്ക്രീനിൻ്റെ അഡിക്ഷൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും സൈബർ സുരക്ഷയെക്കുറിച്ചും സൈബർ ബുള്ളിങ്ങിനെ കുറിച്ചും ബോധവൽക്കരണം നടത്തുന്നതിന് വേണ്ടിയിട്ട് കൈറ്റിൻ്റെ കൂട്ടുകാർ എത്തിയിട്ടുണ്ട്. അത് നമുക്ക് ആവശ്യമായ വിവരങ്ങൾ നൽകുന്നു. അതിന് വേണ്ടിയിട്ട് കൈറ്റിൻ്റെ വായ്പ വിദ്യുതരാഷ്ട്ര സ്കൂളിലെ കൈറ്റ് ഭാരവാഹികളെ ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അംഗങ്ങളാണ്. ഞങ്ങളിവിടെ സൈബർ സുരക്ഷയെ പറ്റിയും റോബോട്ടിക്സിനെ പറ്റിയും ക്ലാസ് എടുക്കാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഞങ്ങൾ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ്. എൻ്റെ പേര് അൽഫോൻസ് ബാബു. എൻ്റെ പേര് ജോയൽ ജോൺ, ഞാൻ സംഘമാണ്. എൻ്റെ പേര് നോവൽ ജോസ്, ഞാനും സംഘമാണ്. എൻ്റെ പേര് ജോയൽ നിഷി, ഞാനും സംഘമാണ്. ഇപ്പോൾ ഞാൻ എടുക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയ്ക്ക് അടുത്ത് തന്നെയുള്ള ഒരു ടൈപ്സ് ഓഫ് മിസ്ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ്റെ ഓപ്പോസിറ്റാണ് മിസ്ഇൻഫോർമേഷൻ. അതായത് തെറ്റായ ഇൻഫോർമേഷൻസ് സോഷ്യൽ മീഡിയയിൽ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു കാര്യം ചോദിക്കാനായിട്ടാണ് ചെയ്യുക. ഇത് രണ്ടും തമ്മിൽ നിങ്ങൾക്ക് എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? ഇതാണ് ശരിക്കുമുള്ള ഫോട്ടോ. അതിനെ ഇതുപോലെ AI ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ കുറേ മിസ്ഇൻഫോർമേഷൻസ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇൻഫോർമേഷൻസ് തെറ്റായ ഇൻഫോർമേഷൻസ് വരുന്നത് ഇപ്പോൾ ലിങ്കുകളിലാകണം, മെസ്സേജസ് ആയിട്ടായിരിക്കാം. കൂടുതലും കണ്ടുവരുന്നത് ഫോണിൽ മെസ്സേജസ് ആയിട്ടാണ്. അപ്പോൾ ഒരു ഉദാഹരണം പറയുന്നത് ഇപ്പോൾ നമ്മുടെ മൊബൈൽ ഫോണിൽ ഒരു മെസ്സേജ് ചെയ്യുക, നിങ്ങൾക്ക് ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ചിലപ്പോൾ 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ കിട്ടാമെന്നായിരിക്കും അവർ കൊടുത്തേക്കാൻ മാറ്റും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അതിമോഹം കാരണം അത് ക്ലിക്ക് ചെയ്യും. അപ്പോൾ ഒറ്റ ക്ലിക്കിൽ സംഭവിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് മൊത്തം അവർ എടുക്കും, അത് അവർക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ നമ്മുടെ ഫോൺ ഹാക്ക് ചെയ്ത് ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്ത് നമ്മുടെ കയ്യിലുള്ള പണമെല്ലാം അവർ എടുക്കും. അതുകൊണ്ടാണ് അറിയാതെ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്തെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒറ്റ ക്ലിക്കിൽ ഒരാളുടെ പേഴ്സണൽ ഐഡന്റിറ്റി, വ്യക്തിപരമായ ഐഡന്റിറ്റി ഒരാൾക്ക് നശിപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്രമാത്രം സോഷ്യൽ മീഡിയ ഇന്ന് ഡെവലപ്ഡ് ആണെന്നാണ് പറയാനുള്ളത്. നമ്മുടെ ചുറ്റും നടക്കുന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ ലോകത്ത് നടക്കുന്നതിനെ കുറിച്ചുള്ള ധാരണ നമുക്ക് ലഭിക്കുന്നത് പല സ്രോതസ്സുകളിൽ നിന്നാണ് നമുക്ക് വിവരം ലഭിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് ഇന്റർനെറ്റാണ്. ഇന്റർനെറ്റിന്റെ ഇൻഫ്ലുവൻസ് ആണ് ഇത് ഏറ്റവും പ്രധാനം. അപ്പോൾ പണ്ടത്തൊക്കെ പറഞ്ഞാൽ ന്യൂസ് പേപ്പറും റേഡിയോയൊക്കെ ആയിരുന്നു. പറഞ്ഞാൽ അതിന് ഇപ്പോൾ ഇന്റർനെറ്റിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞാൽ വളരെ വലുതാണ്. അപ്പോൾ AI ജനറേഷനും കൂടി ആയതുകൊണ്ട് അതിന്റെ ഒരു ഇൻഫ്ലുവൻസ് എടുത്തു പറയേണ്ടത് തന്നെയാണ്. അപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ വിലയിരുത്തുന്നതിനുള്ള കഴിവ് വികസിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ പ്രധാനം. സോഷ്യൽ മീഡിയ ആപ്പുകളായ വാട്സപ്പ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയവയാണ് ഇതിന് ഉദാഹരണങ്ങൾ. ഇതിന് കുറെ നല്ല വശങ്ങളുണ്ട്, ചീത്ത വശങ്ങളുണ്ട്. ഇപ്പൊ നമുക്ക് വേണ്ട എല്ലാ അറിവുകളും കിട്ടുന്ന സോഷ്യൽ മീഡിയയിൽ നിന്നാണ്. പിന്നെ നമുക്കറിയില്ലാത്ത കാര്യങ്ങളും പിന്നെ നമുക്ക് കമ്മ്യൂണിക്കേഷനൊക്കെ സോഷ്യൽ മീഡിയ ഉപകരിക്കുന്നു. പക്ഷെ അതിൻ്റെതായിട്ടുള്ള കുറെ ദോഷം കാര്യങ്ങളും ഇതിനുണ്ട്. ഇപ്പൊ നമുക്ക് ഒരാളെ കുറിച്ച് തെറ്റായത് പ്രചരിപ്പിക്കാനും വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് വിവരങ്ങൾ കൂടുതലായിട്ട് ലഭിക്കുന്ന ഇതിൽ നിന്നാണ്. പക്ഷെ നമുക്ക് വിശ്വസിച്ച് എപ്പോഴും വിവരങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ ആകർഷിക്കുന്ന വിധം പല കാര്യങ്ങളും സോഷ്യൽ മീഡിയയിലുണ്ട്. ഇത് ഉണ്ടായിരിക്കുന്ന റോബോട്ടിക്സ് സാങ്കേതിക വിദ്യയോടാണ്. ഇത് വിക്ടോബ്ലോക്സിലാണ് കോഡ് ചെയ്തിരിക്കുന്നത്. ഇതിനെ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു ഡിവിനോ, ഇത് ബ്രെഡ് ബോർഡ്, LED, പിന്നെ റെസിസ്റ്റർ, ജമ്പർ വയർ എന്നിവയാണ്. പിന്നെ ഈ ആദ്യമേ കിറ്റ് വരുന്നത് ഈ മറ്റേ സെർവോ മോട്ടർ,
ഇത് IR സെൻസർ എന്താണ് ഇന്ന് നമ്മളിവിടെ കൂടിയത് എന്തിനാന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ? കുറച്ചു നേരം നമ്മളോട് ഇരുന്നുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടുന്ന് കിട്ടിയോ? ആ, നമ്മുടെ വാഴക്കുളം സെന്റ് ലിറ്റിൽ തെരേസാസ് ഹൈസ്കൂളിലെ ലിറ്റിൽ കൈറ്റ്സ് മെമ്പേഴ്സ് ആണ് നമുക്ക് കുറച്ച് നമ്മുടെ സൈബർ ഇതിനെ കുറിച്ച് സോഷ്യൽ മീഡിയസിനെ കുറിച്ചും വളരെ വലിയ കാര്യങ്ങൾ ചെറിയ സമയത്ത് കൊണ്ട് നമുക്ക് മനസ്സിലാക്കി തരാനായിട്ട് സാധിച്ചതുപോലെ റോബോട്ടിക്സ് ഒക്കെ നമ്മൾ കണ്ടതാണ് അല്ലേ? എനിക്ക് ഇഷ്ടപ്പെട്ട അതിന്റെ LED തെളിഞ്ഞു വന്നതും ഇതൊക്കെ അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ഓക്കെ, അപ്പൊ ഇന്ന് ഇവിടെ വന്ന് ഞങ്ങൾക്ക് വേണ്ടി കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനായിട്ട് ഇവിടെ എത്തിച്ചേർന്ന ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ പൊതുജന മിത്രം ലൈബ്രറിയുടെ പേരിൽ ലൈബ്രറി അംഗങ്ങളായ നിങ്ങൾ ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തരുടെയും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു.